നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ലായിരുന്നു. ഇപ്പോൾ 22,400 റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞിരിക്കുന്നത്, സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. റൈറ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന് അടുത്ത് കിട്ടിയാലാണ് നല്ലൊരു ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിന്റെ ഒരു ഗ്രാഫ് ഇട്ടുകൊണ്ടാണ് നമ്മളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ തുടങ്ങിയിരുന്നത്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നിഫ്റ്റിയിലെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഡബിൾ ടോപ്പ് ഏരിയ ആണ്. പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു പ്ലാൻ 23,340 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈയുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യരുത് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇപ്പൊ നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കുക, ഈ ഒരു ഏരിയ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ഈ സെയിം റെസിസ്റ്റൻസ് തന്നെ 23,340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്ലാൻ അങ്ങനെയായിരുന്നു നമ്മൾ നൽകിയിരുന്നത്. 305 താഴെ 305 സപ്പോർട്ട് നൽകിയിരുന്നു. 305 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു. വലിയ രീതിയിലുള്ള മൊമെന്റം കിട്ടിയിരുന്നില്ല. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ ഇതേ സെയിം സപ്പോർട്ട് തന്നെ വർക്ക് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് വലിയൊരു മൊമെന്റം മാർക്കറ്റിൽ അത് കിട്ടും. നമുക്ക് വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിൽ ഈ ഒരു ഏരിയ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. അതായത് 23,340 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,340 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ബുക്കിനുള്ള ഒരു പ്രഷർ കൂടുതലായിരിക്കും. പക്ഷെ നല്ല സപ്പോർട്ടുകളുണ്ട്. ലോവർ ലെവലിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. ഏതൊക്കെയാണ് ആ ഒരു സപ്പോർട്ട്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ട രീതി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലായാലും ഞാൻ ലോവർ ലെവൽ ഈ സപ്പോർട്ടൊക്കെ 23,150, 175 കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഈ ഒരു ലെവൽ ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ ചില സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇൻ കേസ് 23,150 താഴത്തേക്ക് പോയാലും 23,175 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതേ രീതിയിലാണ്. പക്ഷെ 23,150 താഴത്തേക്ക് വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ അടുത്ത സപ്പോർട്ട് 23,205 സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. പക്ഷെ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 23,305 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 340 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ലോസ് 305 അല്ലെങ്കിൽ 330 എങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 340 തൊട്ട് താഴെയാണെങ്കിലും പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിന്റെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 23,330 ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയാൽ മതി. 23,330 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ലോവർ ലെവൽ 23,305 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. 305 ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ 23,205 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാം. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് വരെ മൊമെന്റത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണോ സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ലോവർ ലെവൽ 21,900 സപ്പോർട്ടാണ്. ഹയർ ലെവൽ ഈ ലെവല് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഈ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ഈ റേഞ്ച് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ ലെവലിലേക്ക് ഫോളോ ചെയ്യാം. 320 മുകളിൽ ഈ 22,400 റെസിസ്റ്റൻസ് ആണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്.
ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 22,290 താഴെ ഒരു ക്യാനൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 290 താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ട് 22,100 തൊട്ട് താഴെയാണ് എടുത്തിരിക്കുന്നത്. 22,090. അതിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 21,900, 21,965 സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ വരുന്ന ദിവസങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവലിലേക്ക് 22,250 റെസിസ്റ്റൻസ് ആണ്. 22,050 റെസിസ്റ്റൻസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ 50,050 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ നിന്ന് 250 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,475 അടുത്ത റെസിസ്റ്റൻസ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഒരു ലെവലിൽ ഇങ്ങനെ വർക്ക് ചെയ്യുക. 40,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. എപ്പോഴും സപ്പോർട്ടിന്റെ അടുത്ത് നിന്നുള്ളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് എപ്പോഴും ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, അതായത് 22,340 ഇത് നിഫ്റ്റിയാണ്. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് ബൈർ ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇതിന്റെ താഴെ നിലനിർത്തിയാൽ മാത്രം 23,330 താഴത്തേക്ക്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിനിഫ്റ്റി അതിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ട്രെൻഡിൽ നിലനിൽക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.